സോ ലെസ് ദാൻ ഒജീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെൽ ഫ്രീക്വൻസി ടേബിൾ അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. 0 to 10 വരെയുള്ള ക്ലാസ് ഇൻ്റർവെൽ ഫ്രീക്വൻസി is 1, 10 to 20 frequency is 2, 20 to 30 frequency is 3, 30 to 40 frequency is 2, and 40 to 50 the frequency is 1. അപ്പോൾ ഇതിനകത്ത് 0ക്കും 10നും ഇടയ്ക്ക് നമുക്ക് ഒബ്സർവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ 1 മാത്രമാണ്. അതുകൊണ്ടാണ് ഫ്രീക്വൻസി 1 എന്ന് പറഞ്ഞത്. എന്നാൽ 10നും 20നും ഇടയ്ക്കുള്ള വാല്യൂ 2 ലഭിക്കുകയുണ്ടായി. സോ ഫ്രീക്വൻസി is 2. അടുത്ത റേഞ്ച് 20 to 30 എന്ന് പറയുന്ന റേഞ്ചിൽ നമുക്ക് അതിൽ ഉൾപ്പെടുന്ന 3 വാല്യൂ കിട്ടിയത് കൊണ്ടാണ് ഫ്രീക്വൻസി 3 ആയിട്ട് വന്നത്. Next one is 30 to 40, so we are getting the frequency 2. That implies that രണ്ട് data value which is in between 30 to 40 റേഞ്ചിലുള്ള ഉള്ളതുകൊണ്ടാണ് ഫ്രീക്വൻസി 2 എന്ന് എഴുതിയത്. അടുത്തത് 40 to 50, അതിനകത്ത് ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ടേബിൾ അതുപോലെ തന്നെ നമ്മൾ പോപ്പുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു കോളം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് എന്ന് പറഞ്ഞൊരു കോളം ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഹെഡിങ് ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ സെല്ല് നമ്മൾ ഫില്ല് ചെയ്യുന്നത് സം ഓഫ് ഫ്രീക്വൻസി ഈസ് യൂസ് ടു ഫിൽ ദീസ് കോളം വാല്യൂസ്. അതായത് നമ്മൾ ഈ പറയുന്ന ഫ്രീക്വൻസിയുടെ സം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ സം വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യുമുലേറ്റീവ് സെല്ലുകൾ ഫില്ല് ചെയ്യുന്നത്. അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് സാധാരണഗതി പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ പറയുന്ന ടോട്ടൽ ഫ്രീക്വൻസി എടുത്തിട്ടാണ് നമ്മൾ ഈ പുതിയ കോളം ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ഫോർ ദ റേഞ്ച് 0 to 10 എന്ന് പറയുന്ന റേഞ്ചിന്റെ കുമുലേറ്റീവ് ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 9 ആണ്. അതെങ്ങനെ ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. ഫ്രീക്വൻസി വാല്യൂസ് 1, 2, 3, 2, 1. അപ്പോൾ അതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ ഗ്രേറ്റർ കുമുലേറ്റീവ് വാല്യൂ ഫോർ ദ ഫസ്റ്റ് സെൽ, ദാറ്റ് ഈസ് 9. Then next one is 8. That is by adding the frequencies 2, 3, 2, 1. That is omitting the first cell. That is with the frequency 1 in class interval 0 to 10. So we are getting the greater cumulative for the second cell. It is 8. That is 2 plus 3 plus 2 plus 1. And next one is 6. That is 3 plus 2 plus 1. That is which can be denoted, or which you can see on that particular slide itself. That 3 plus 2 plus 1 which gives 6. Next one is 2 plus 1. That is 3 and 1. So the greater cumulative column is already filled, and 0 to 10 എന്ന് പറയുന്ന ക്ലാസ് ഇന്റർവെല്ലിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് സെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് 0ക്ക് മേലോട്ടുള്ള, അതായത് ലോവർ വാല്യൂ ക്ലാസ് ഇന്റർവെല്ലിന്റെ ലോവർ വാല്യൂ 0. സോ 0ക്ക് മേലോ 10നകത്തുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 0ക്ക് മുകളിലോട്ടുള്ളത് എന്ന രീതിയിൽ എടുക്കുമ്പോൾ 9 വാല്യൂസ് നമുക്കുണ്ട് 0ക്ക് മേലെ ഹയർ ആയിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന റേഷ്യോയിൽ നമുക്ക് 9 വാല്യൂസ് ഉള്ളത് കൊണ്ടാണ് ഫ്രീക്വൻസീസ് എല്ലാം സമ്മപ്പ് ചെയ്ത് നമ്മൾ 9 എന്നുള്ള വാല്യൂ എഴുതിയത്. അതേസമയം അടുത്തത് വരുമ്പോൾ 10ന് മേലോട്ടുള്ളതെന്ന് പറയുമ്പോൾ 0 to 10 ഇടയ്ക്കുള്ള 1 നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് 8. ദാറ്റ് മീൻസ് ദാറ്റ് ദ ഡേറ്റ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്ന രീതിയിലുള്ളത് 8 വാല്യൂസ് ആണുള്ളത്. 20ന് മേലോട്ടുള്ളത് 6 വാല്യൂസ് ഉണ്ടായി. 30ന് മേലെ നോക്കുമ്പോൾ 3 വാല്യൂകളാണ്. 40ന് മേലെ നമുക്ക് 1 വാല്യൂ ആണുള്ളത്. സോ അങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് എന്ന് പറയുന്ന ആ കോളം ഫിൽ ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഒരു കോളം കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ നേരത്തെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത പോലെ തന്നെ പുതിയൊരു കോളം നമ്മൾ ആഡ് ചെയ്യുന്നു. അതിന്റെ കോളം ടൈറ്റിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടിയ വാല്യൂസ്, ദാറ്റ് ഇസ് 9, 8, 6, 3, 1 എന്ന് പറയുന്ന വാല്യൂവിനെ നേരെ റിവേഴ്സ് ഓർഡറിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവും. അതൊരു ഷോർട്ട് കട്ട് മെത്തേഡും കൂടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഇതിന്റെ റിവേഴ്സ് ഓർഡർ വരുമ്പോൾ 1, 3, 6, 8, 9 എന്ന് പറയുന്ന രീതിയിലായിരിക്കും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു അർത്ഥം അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതണമെന്നില്ല, അല്ലാതെ അതിനൊരു മീനിങ് കൂടെ നമുക്ക് നോക്കാം. അതായത് ക്ലാസ് ഇന്റർവെൽ 10, അതായത് അതിന്റെ ഹയർ ലിമിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പർ ലിമിറ്റ് എടുക്കുന്നു 10 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 0 to 10 എന്ന് പറയുന്നതിനകത്ത് നമുക്ക് 10ന് താഴെയുള്ള ഒരു വാല്യൂ ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെല്ല് 1 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് കോളത്തിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് സെല്ലിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 10 to 20 എന്ന് പറയുന്ന റേഞ്ച് ആണ്. സോ അതിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. സോ 20ക്കുള്ളിൽ, അതായത് ദാറ്റ് 0 to 20 എന്ന് പറയുന്നതിനുള്ളിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 3 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് 30 is the upper limit. So the less than cumulative frequency is 6. Then 40 is the upper limit. So below 40 we are having 8 values. So
8 is the less than cumulative frequency, and below 50 it is 9. So based on this particular table, we are going to create a chart. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ വാല്യൂകൾ വെച്ചുകൊണ്ട് നമ്മളൊരു ചാർട്ട് വരയ്ക്കാൻ പോവുകയാണ്. ലെസ് ദാൻ ഒജീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന് പറയുന്ന രണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ടേബിളിൽ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെയുള്ള വാല്യൂ വെച്ചിട്ട് നമ്മൾ ഈ മേലെ കാണിക്കുന്ന ടേബിൾ വെച്ചിട്ടുള്ള ഗ്രാഫ്, നമ്മൾ സ്പോട്ടഡ് ഗ്രാഫാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡോട്ടഡ് ലൈൻസിൽ അല്ലെങ്കിൽ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച്. അതിൽ ബ്ലൂ കളറിലുള്ള ഇൻഡിക്കേഷൻസ് കാണിക്കുന്നത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നും റെഡിൽ കാണിക്കുന്ന പോയിന്റുകൾ കാണിച്ചിരിക്കുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുമാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഗ്രാഫുകളിലെ ഓരോ പോയിന്റുകളെയും നമ്മൾ എന്ത് ചെയ്യുക, ബന്ധിപ്പിക്കുന്ന രീതിയിൽ കണക്റ്റഡ് ലൈൻസ് വരയ്ക്കുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് എ ലൈൻ ഗ്രാഫ്. സോ ഈ ഇന്റർമീഡിയറ്ററി ആയിട്ടുള്ള, അതായത് രണ്ട് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന 6 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലെസ് ദാൻ ഒജീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഗ്രാഫിൽ കിട്ടിയ ഡോട്ടഡ് ലൈനുകളെ എന്ത് ചെയ്തു, നമ്മൾ ലൈൻ വെച്ചിട്ട് കമ്പൈൻ ചെയ്തു. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ ലൈൻ ഗ്രാഫ്. So a line graph, blue line indicates that it is greater than cumulative frequency, and red line indicates that is less than cumulative frequency. The intersecting point, which lies on the value 6, which can be denoted as median. Thank you.